നമസ്കാരം. പുതിയ വീഡിയോ SSLC ബുക്ക് അഥവാ സർട്ടിഫിക്കറ്റ്. നമുക്ക് ഈ വർഷത്തെ 2025 മാർച്ചിൽ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഏകദേശം 4,23,030,000 SSLC സർട്ടിഫിക്കറ്റുകൾ പ്രിൻറ്റിങ് അവസാനിച്ചിട്ടുണ്ട്. അത് ഉടനടി നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ പ്രിൻറ്റിങ് നമ്മൾക്കറിയാം, റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ 2 മാസത്തിനോട് അടുക്കുകയാണ്. അതിനുശേഷമാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC ബുക്ക്, കാർഡ് എന്നൊക്കെ പറയുന്ന സംഭവം കിട്ടാൻ പോകുന്നത്. അത് ഗ്രേഡ്, എല്ലാ വിഷയങ്ങളുടെയും ഗ്രേഡും നമ്മളുടെ ബയോഡാറ്റ പൂർണ്ണമായിട്ടുമുള്ള ഹോളോഗ്രാം വെച്ച സർട്ടിഫിക്കറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താമസിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം റീവാല്യുവേഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സർട്ടിഫിക്കറ്റ് പ്രിൻറ്റിങ് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് താമസിച്ച്. അല്ലെങ്കിൽ നമ്മൾ റീവാല്യുവേഷനിൽ ഗ്രേഡ് മാറിയ കുട്ടികൾക്ക് വീണ്ടും അവരുടെ ആദ്യം കാർഡ് അടിച്ചു പിന്നെയും കാർഡ് അടിക്കേണ്ട ഒരു സ്ഥിതി വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക. ഇതിൻ്റെ ഒരു നടപടിക്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ, പരീക്ഷാ ഭവനിൽ നിന്ന് നേരിട്ട് ഒരു നമുക്കറിയാം, നമുക്ക് കേരളത്തിൽ 10-40ഓളം വിദ്യാഭ്യാസ ജില്ലകളുണ്ട്. ആ വിദ്യാഭ്യാസ ജില്ലകളിലേക്കാണ് ഈ സർട്ടിഫിക്കറ്റുകൾ എത്തിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ ജില്ലയിലുള്ള സ്കൂളുകളിലേക്ക് വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളിലും ആ വിദ്യാഭ്യാസ ജില്ല എന്ന് പറയുന്നത് അതിൻ്റെ മേലധികാരി DO ആണ്. DO, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. DO ഓഫീസിലാണ് ആദ്യം ഈ സർട്ടിഫിക്കറ്റുകൾ എത്തുക. ആ DO ഓഫീസിൽ നിന്ന് സ്കൂളുകൾക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ രജിസ്റ്റർ നമ്പറുകൾ, അവിടെ പഠിച്ച ആ DO ഓഫീസിന് കീഴിലുള്ള ഓരോ സ്കൂളുകളിലെയും അവിടെ പഠിച്ച കുട്ടികളുടെ SLC സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്റർ DO ഓഫീസിൽ പോയി കളക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ നിയോഗിക്കുന്ന ഒരാൾ DO ഓഫീസിൽ പോയി നേരിട്ട് കളക്ട് ചെയ്ത് സ്കൂളിലേക്ക് എത്തിക്കണം. അതാണ് അതിൻ്റെ ഒരു നടപടിക്രമം, രീതി എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ സപ്പോസ് നമ്മുടെ സ്കൂളിൽ 400 കുട്ടികൾ പരീക്ഷ എഴുതിയ സ്കൂളാണെന്ന് വിചാരിക്കുക. ആ 400 കുട്ടികളുടെ സർട്ടിഫിക്കറ്റിലും ഹെഡ് മാസ്റ്റർ ഒപ്പിടേണ്ടതുണ്ട്. ഹെഡ് മാസ്റ്റർ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കറുപ്പ് മഷിയിലാണ് ഒപ്പിടേണ്ടത്. നീലയോ പച്ചയോ ചുവപ്പോ മഷി പാടില്ല. അത് പ്രത്യേക നിർദ്ദേശമാണ്. അപ്പോൾ കറുപ്പ് മഷിയിൽ ഹെഡ് മാസ്റ്റർ ഈ SSLC സർട്ടിഫിക്കറ്റിൽ ഒപ്പിടും. അതിനുശേഷം ഹെഡ് മാസ്റ്ററുടെ സീല് അതിൻ്റെ താഴെ വെക്കും. ഹെഡ് മാസ്റ്ററുടെ പേരിൻ്റെ സ്കൂളിൻ്റെ പേര്, അതിൻ്റെ PO എല്ലാം അടങ്ങിയ സീല്, ഹെഡ് മാസ്റ്റർ സീല് ഈ ഒപ്പിട്ടതിൻ്റെ ചുവടെ വയ്ക്കും. അതിനുശേഷം സ്കൂളിൻ്റെ ഒരു സീലുണ്ട്, അത് റൗണ്ട് സീലാണ്. ആ റൗണ്ട് സീലും ഈ സർട്ടിഫിക്കറ്റിൽ വെക്കും. അപ്പോൾ സർട്ടിഫിക്കറ്റിൽ 2 സീലും ഒരൊപ്പും ഉണ്ടായിരിക്കും. ഹെഡ് മാസ്റ്ററുടെ സൈൻ ഉണ്ടാവും, പരീക്ഷാ സെക്രട്ടറി സൈന് വേറെയുണ്ട്, നമുക്കറിയാം. അല്ലാതെ ഹെഡ് മാസ്റ്ററുടെ സൈനും ഹെഡ് മാസ്റ്ററിൻ്റെ സീലും റൗണ്ട് സീലും ഉണ്ടായിരിക്കും സർട്ടിഫിക്കറ്റിൽ. ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാനല്ലാതെ ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം 10 വർഷത്തിന് ശേഷമൊക്കെ സീല് വെക്കാത്ത സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുട്ടി വിട്ടുപോയി, സ്കൂളുകാരും വിട്ടുപോയി. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ SSLC സർട്ടിഫിക്കറ്റിൽ 2 സീലുകളാണ് ഉണ്ടാവുക. ഒന്ന് ഹെഡ് മാസ്റ്റർ സീലും ഒന്ന് റൗണ്ട് സീലും. അതിനുശേഷം സ്കൂളിൽ ഈ 400 കുട്ടികളാണ് ഉള്ളതെങ്കിൽ 400 കുട്ടികളുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കും. ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അവിടെ അത് ബൈൻഡ് ചെയ്ത ഒരു ബുക്കായിട്ട് സൂക്ഷിക്കും. ഈ 400 സർട്ടിഫിക്കറ്റിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ എടുത്ത് അത് സ്കൂളിൽ അത് മൊത്തത്തിൽ ഒരു ബൈൻഡ് ചെയ്യും, വലിയൊരു ബുക്കായിട്ട് അത് സ്കൂളിൽ സൂക്ഷിക്കും.
മുൻകാലങ്ങളിൽ SLCക്ക് ബുക്ക് ഉണ്ടായിരുന്ന കാലത്ത് അത് ഡ്യൂപ്ലിക്കേറ്റ് SLC രജിസ്റ്റർ എഴുതുകയായിരുന്നു പതിവ്. കാരണം രജിസ്റ്ററിന്റെ ഫോട്ടോസ്റ്റാറ്റ് വെക്കൽ നടക്കില്ല ബുക്കിന്റെ. കാരണം ബുക്കിന് ഒരുപാട് പേജുകളും പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതിപ്പോൾ ഇല്ല. ഇപ്പോൾ ഒറ്റ പേജേ ഉള്ളൂ, 2 പേജ്, 1 പേജ് മാത്രമേ പ്രിന്റിംഗ് ഉള്ളൂ. അപ്പോൾ 1 പേജിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ മതി. ഇപ്പോൾ അങ്ങനെയാണ്, അതിന്റെ തന്നെ ഒറിജിനൽ കോപ്പി. നാളെ ഒരു സമയത്ത് നമുക്ക് ഇത് ഏതെങ്കിലും കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, SSLC സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി, രജിസ്റ്റർ നമ്പർ അറിയില്ല, വർഷം അറിയില്ല, വർഷം ഏകദേശം ഓർമ്മ വേണ്ട, രജിസ്റ്റർ നമ്പർ ഒക്കെ പോയി എങ്കിൽ നമുക്ക് ഈ സ്കൂളിൽ ചെന്ന് ആയതിൻ്റെ ഒരു കോപ്പി നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് SSLC ബുക്ക് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാം. ആ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ രജിസ്റ്റർ നമ്പറും വർഷവും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് സ്കൂളിൽ അതിൻ്റെ ഒരു ഓഫീസ് കോപ്പി വെക്കുക എന്നുള്ളത്. അപ്പം നിങ്ങളുടെ SSLC ബുക്കിൻ്റെ കോപ്പി ഓഫീസ് സൂക്ഷിക്കാൻ ബൈൻഡ് ചെയ്ത മാതിരി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാങ്ങാൻ നേരിട്ട് ചെല്ലണം. കുട്ടി നേരിട്ട് ചെല്ലണം SSLC ബുക്ക് വാങ്ങാൻ. അത് വളരെ നിർബന്ധമാണ്. സാധാരണഗതിയിൽ ഒരു ഹെഡ് മാസ്റ്റർമാരും രക്ഷിതാക്കളുടെ കൈവശം പോലും SSLC ബുക്ക് കൊടുക്കാറില്ല. ഇതിനൊരു പ്രത്യേക കാരണമുണ്ട്. ചിലർ ഇനി പോകുന്ന വഴി നഷ്ടപ്പെട്ടു പോയാൽ പോലും ചിലർ പറയും വാങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഈ കുട്ടി സർട്ടിഫിക്കറ്റ് കിട്ടി ബോധിച്ചു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താലേ മിക്കവാറും സ്കൂളിലും 99% സ്കൂളിലും ഈ SSLC സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ അറിയാം. അതുകൊണ്ട് കുട്ടി നേരിട്ട് ചെല്ലണം. അല്ലാത്ത ചില സാഹചര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് അവർ തമ്മിൽ ഹെഡ് മാസ്റ്ററിന് നേരിട്ട് ബോധ്യമുള്ള കേസിൽ അദ്ദേഹത്തിൻ്റെ റിസ്കിൽ മാത്രം അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ, ഒരാൾക്ക് കൊടുക്കുകയുള്ളൂ രക്ഷിതാവിൻ്റെ കയ്യിലൊക്കെ. അല്ലാതെ രക്ഷിതാവിന് പോലും ഇത് സാധാരണഗതിയിൽ സ്കൂളുകാർ കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ രക്ഷിതാവിനെ പോലും സംശയിക്കണം. കാരണം അറിയില്ല. കുട്ടിയാകുമ്പോൾ എന്താ വെച്ചാൽ ക്ലാസ് ടീച്ചർക്ക് കുട്ടിയെ അറിയാം, കുട്ടിയുടെ ഫോട്ടോ ഈ SLC ബുക്കിലുണ്ട്, ആരും മാറിപ്പോയില്ല, കൃത്യമായിട്ട് കുട്ടിയുടെ കയ്യിൽ തന്നെ കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് ഒപ്പിട്ട് കൊടുക്കേണ്ടതുണ്ട് വാങ്ങുന്നവർ. ഇനി ഈ സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ കയ്യിലെത്തിയാൽ കുട്ടികൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. ഒന്ന്, സർട്ടിഫിക്കറ്റ് യാതൊരു കാരണവശാലും ലാമിനേറ്റ് ചെയ്യരുത്. ലാമിനേറ്റ് ചെയ്യരുത് എന്ന പരീക്ഷാ ഭവൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. നമ്മൾ വിചാരിക്കും ഈ സർട്ടിഫിക്കറ്റൊക്കെ വളരെ സേഫായിട്ട് ഇരിക്കുമല്ലോ, അതൊന്ന് ലാമിനേറ്റ് ചെയ്ത് കളയാമെന്ന്. അതേപോലെ ടൈറ്റായി നിൽക്കുന്ന പ്ലാസ്റ്റിക് ഫയലുകളിൽ ഇതിടരുത്. ഈ പ്ലാസ്റ്റിക് ഫയലും അല്ലെ ലാമിനേറ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഷീറ്റും നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രിന്റഡ് മാറ്ററും തമ്മിൽ സമ്പർക്കത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ഈ അച്ചടിച്ച അക്ഷരങ്ങൾ പ്ലാസ്റ്റിക്കിലിരിക്കും. അപ്പോൾ ഒരു A+ കിട്ടിയ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന സമയത്ത് തിരിച്ചെടുക്കുമ്പോൾ ആ A+ പ്ലാസ്റ്റിക്കിലായിരിക്കും, ബുക്കിൽ A+ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിരവധി പേർക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു A+ പോയി കഴിഞ്ഞാൽ പല അക്ഷരങ്ങളും പ്ലാസ്റ്റിക്കിൽ പിടിച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ എന്തു ചെയ്യണം? കുട്ടി പുതിയ ഡ്യൂപ്ലിക്കേറ്റ് SLC ബുക്ക് വാങ്ങേണ്ടതായിട്ട് വരും. അതിന് 350 രൂപ ഫീസ് അടച്ച് പരീക്ഷാ ഭവനിൽ അപ്ലൈ ചെയ്തിട്ട് വേണം അത് കിട്ടാൻ. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ലാമിനേറ്റ് ചെയ്യരുത്. പ്ലാസ്റ്റിക്, ടൈറ്റായ പ്ലാസ്റ്റിക്കിൽ പേപ്പറിൽ പൊതിയാതെ അതിലേക്ക് വയ്ക്കരുത്. അങ്ങനെ വച്ചാൽ പ്ലാസ്റ്റിക് ആയിട്ട് ഈ അച്ചടിച്ച അക്ഷരങ്ങൾ, പ്രിൻ്റ് ചെയ്ത അക്ഷരങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ അത് ഇളകിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ SLC ബുക്കിന് പരിക്ക് പറ്റാനുള്ള, സർട്ടിഫിക്കറ്റിന് പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇനി കഴിവതും വെള്ളം പറ്റാതെയും സൂക്ഷിക്കുക. വെള്ളം പറ്റിയിട്ട് ഏതെങ്കിലും മഷി പടർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ ഇതിനെ എത്തിക്കും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമുക്ക് ഈ +2 തീരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ ആവശ്യം വരാൻ സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാം. അത് നമ്മൾ പ്രിൻസിപ്പാളിൻ്റെ അടുത്തുനിന്ന് വാങ്ങാൻ ലേശം ബുദ്ധിമുട്ടുണ്ട് കിട്ടാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു 3-4 കോപ്പി ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. അതിനുശേഷം ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ഒരു 4 കോപ്പിയെങ്കിലും അറ്റസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഒറിജിനൽ നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറി കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ
നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. മിക്കവാറും ആവശ്യം വരും. ഇതുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ പിന്നെ പ്രിൻസിപ്പാളിൻ്റെ പുറകെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ ഗസറ്റഡ് ഓഫീസർമാരുടെ അടുത്ത് നിന്ന് ഒരു കോപ്പി അറ്റസ്റ്റ് ചെയ്ത് വാങ്ങുക. ഹെഡ് മാസ്റ്റർ ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഗസറ്റഡ് ഓഫീസറാണ്. പക്ഷേ അറ്റസ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് സ്കൂളിലെ നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പോരാ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്നത് ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹം തന്നെ വീണ്ടും അതേ കോപ്പി അറ്റസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മറ്റൊരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട്, ഗവൺമെൻറ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാർ മാത്രമാണ് ഗസറ്റഡ് ഓഫീസർമാർ, മറ്റ് എയ്ഡഡിലല്ല. അപ്പോൾ മറ്റൊരു ഗവൺമെൻറ് സ്കൂളിലെയോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ ടീച്ചേഴ്സ് ഏതെങ്കിലുമൊക്കെ കൊണ്ട് ഈ അറ്റസ്റ്റ് ചെയ്യുക. 3-4 കോപ്പി അറ്റസ്റ്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക. അതിനുശേഷം ഈ SSLC സർട്ടിഫിക്കറ്റ് നേരിട്ട് കൊണ്ടുപോയി പ്രിൻസിപ്പലിനെ ഏൽപ്പിക്കുക. നിങ്ങൾ +1 ചേർന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിനെ ഏൽപ്പിക്കുക. അപ്പോൾ പ്രിൻസിപ്പാളാണ് 2 വർഷം ഈ SSLC സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി. പ്രിൻസിപ്പാളാണ്. നിങ്ങൾ +1 അഡ്മിഷൻ നേടിയ സ്കൂളിലെ പ്രിൻസിപ്പാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. നമ്മൾ ചേരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ പിന്നെ ഫോട്ടോസ്റ്റാറ്റ് പ്രിൻ്റ് ഔട്ട് മാത്രമാണ് ശരിക്കും കൊടുത്തത്. അത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് മാത്രമാണ് നമ്മൾ ചേരുമ്പോൾ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ് പ്രിൻസിപ്പലിനെ ഏൽപ്പിക്കണം. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് +2 +1 +2 കഴിഞ്ഞ് നിങ്ങൾ കോഴ്സ് തീർന്ന് പുറത്തേക്ക് പോകുമ്പോൾ പ്രിൻസിപ്പല് അത് നിങ്ങൾക്ക് തിരിച്ചു തരും. അത് അതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ട് പ്രിൻസിപ്പലാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കസ്റ്റോഡിയൻ, സൂക്ഷിക്കുന്ന അദ്ദേഹമാണ്. അത് നിങ്ങൾ ചെയ്യുക. ഞാനൊരു SSLC പിന്നെ +1 കടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്തു എന്ന് മാത്രമാണ്. വീഡിയോ നിങ്ങൾക്ക് സഹായകരമായിരിക്കും. കേട്ട് നോക്കിയപ്പോൾ ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.